തനൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ണിയപ്പമാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 1.5 കപ്പ് പച്ചരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് രാവിലെ വെള്ളത്തിൽ ഇട്ടതാണ്. ഏകദേശം ഒരു 6-7 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. പിന്നെ ഇതിനായിട്ട് ആവശ്യമുള്ളത് പഴമാണ്. ഇവിടെ പാളയംകോടൻ പഴമാണ് ആവശ്യം. അപ്പോൾ ഞാനൊരു 4 ഈ ഒരു ചെറിയൊരു സൈസ് 4 പഴം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ശർക്കര ഉരുക്കിയതാണ്. അപ്പം ഞാൻ ഓൾറെഡി ശർക്കര ഉരുക്കി അരിച്ചു വെച്ചിട്ടുള്ളതാണിത്. അതൊരു 1/4 കപ്പോളം ശർക്കര വേണം. ഞാൻ 1.5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം അതിന് 1/4 കപ്പ് ശർക്കര വേണം. ഞാനിത് വെള്ളത്തിലല്ല അരച്ചെടുക്കാൻ പോകുന്നത്, ഈ ശർക്കര പാനിയിൽ തന്നെയാണ് ഇത് അരച്ചെടുക്കാനായിട്ട് പോകുന്നത്. ഈ പഴവും അതുപോലെ തന്നെ ശർക്കര ഉരുക്കിയതും അരിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് അരിയും പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ ശർക്കര വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാനിവിടെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ശർക്കരയുടെ അളവെന്ന് പറഞ്ഞാൽ നല്ല അധികം വെള്ളം ചേർക്കാതെ നല്ല കട്ടിക്ക് തന്നെ കുറുക്കി എടുത്തിട്ട് അരിയുടെ പകുതി ശർക്കര വെള്ളമാണ് ഉരുക്കിയെടുക്കുമ്പോൾ ആവശ്യത്തിന് വേണ്ടത്. അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനിത് ഓവർനൈറ്റ് ഫെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് വെച്ചതിന് ശേഷം രാവിലെയാണ് നമ്മൾ ഉണ്ണിയപ്പം ചുടാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിനേക്കാളും നല്ല ടേസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുമ്പോൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് രാവിലെ ഇതിലേക്ക് ഉപ്പും ബാക്കി കാര്യങ്ങളെല്ലാം രാവിലെ ചേർക്കാം. അപ്പോൾ ഞാനിത് അടച്ചു വെച്ചിട്ട് ഇനി ഏകദേശം ഒരു 8 മണിക്കൂറോളം ഇതിങ്ങനെ തന്നെ വെക്കാം. ഇപ്പം ഏകദേശം ഒരു 8 മണിക്കൂറോളം ആയിട്ടുണ്ട് നമ്മുടെ മാവ് അരച്ചു വെച്ചിട്ട്. അപ്പോൾ ഇപ്പോൾ ഇത് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ കൂടിയിട്ടൊന്ന് വറുത്ത് ചേർക്കാനുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് തേങ്ങ ഒന്ന് നെയ്യിൽ വറുത്ത് ചേർക്കാം. തേങ്ങ വറുത്തെടുക്കാനായിട്ട് ഒരു ചീനച്ചട്ടി വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. തേങ്ങ ചിരകിയത് അല്ലെങ്കിൽ തേങ്ങ കൊത്തായിട്ടും ചേർക്കാം. അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുത്താം. ഞാനിവിടെ തേങ്ങ ചിരകിയതാണ് ചേർക്കുന്നത്. അപ്പം അതിൻ്റെ കൂടെ തേങ്ങാക്കൊത്തും വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. 1/2 മുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം തേങ്ങ നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് എള്ള് കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ എള്ളുണ്ടെങ്കിൽ എള്ള് കൂടി ചേർക്കാം. ഒരു 2 ടീസ്പൂൺ എള്ള് ചേർത്തിട്ടുണ്ട്. നെയ്യിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ വറുത്തെടുക്കാനുണ്ട്. തീ കുറച്ചിട്ട് വേണം വറുക്കാനായിട്ട്. നമ്മുടെ തേങ്ങ കരിഞ്ഞു പോകാണ്ട് നോക്കണം. അപ്പോൾ തേങ്ങ ഒന്ന് മൂത്ത് തുടങ്ങുമ്പോൾ ഞാൻ ഇതിലേക്ക് ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ചേർക്കാം, അല്ലെങ്കിൽ കുറച്ച് നല്ല ജീരകം മുഴുവനായിട്ട് ചേർക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ നല്ല ജീരകം, അതായത് നമ്മുടെ ക്യുമിൻ സീഡ്, അത് ഒരു 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ തീ ഒരല്പം കൂട്ടി വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. നന്നായിട്ട് വറുത്ത് കൊടുക്കുക. ഒരു ഫ്ലേവറിന് ഏലക്ക ചതച്ചും ചേർക്കാം. ഇതാ നമ്മുടെ തേങ്ങയുടെ കളറെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് ഒന്നുകൂടി ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കണ്ടോ, ഇതുപോലെ ഗോൾഡൻ കളർ ആയിട്ട് തുടങ്ങുമ്പോഴേക്ക് എല്ലാ ഭാഗവും ഒരുപോലെ ആ വൈറ്റ് കളർ മാറി, ഈ തേങ്ങാപ്പീരയുടെ വൈറ്റ് കളർ മാറിയിട്ട് ഗോൾഡൻ കളർ ആവുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ആ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഇതാണ് നമ്മൾ തേങ്ങ വറുത്ത് വെച്ചിട്ടുള്ളത് ഞാൻ ഈ മാവിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പം ഈ മാവിൻ്റെ പരുവെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഡ്ഡലി മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി വേണം വരാനായിട്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഞാനിതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ല. നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. ഈ ശർക്കരയുടെ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ഒരു നുള്ള് സോഡാപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം.
ഇനി നമുക്ക് ഉണ്ണിയപ്പം ചുടാനായിട്ട് ഇതുപോലെ ഒരു ഉണ്ണിയപ്പച്ചട്ടി വെക്കാം. ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് ഞാൻ. ഇതൊന്ന് ചൂടാവട്ടെ. നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നിറയെ വെളിച്ചെണ്ണയാണ് ഒഴിക്കേണ്ടത്. വേറെ ഓയിലൊന്നും ഇതുപോലെയുള്ള നാടൻ ഫുഡിന് ഉപയോഗിക്കരുത്. വെളിച്ചെണ്ണ തന്നെ മാക്സിമം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കാം. എല്ലാ കുഴികളിലേക്കും ഇതുപോലെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ആ കുഴികളുടെ ഒരു 1/4 ഭാഗത്തോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇനി എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മുടെ മാവ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഓയിൽ ഏകദേശം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും, ഒരുപാട് ചൂടാവണ്ട, ഒരു 1/4 ഭാഗം ചൂടാകുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഓരോ മാവായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. തീ കുറച്ച് വേണം വെക്കാനായിട്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളു വെന്ത് പോവാതെ പുറമേ മാത്രം നമ്മുടെ ഉണ്ണിയപ്പം കരിഞ്ഞു പോകാനായിട്ട് ഇടയുണ്ട്. അപ്പോൾ തീ കുറച്ച് വെക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ഒരു വശം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. മറുവശം കൂടി വേവിച്ചെടുക്കാം. മറുവശം കൂടി ഒന്ന് ചെറിയ തീയിൽ നന്നായിട്ട് ഫ്രൈ ആയി വരട്ടെ. ഇപ്പോൾ ദാ നമ്മുടെ ഉണ്ണിയപ്പം നന്നായിട്ട് ഫ്രൈ ആയി റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ഒരു ടൂത്ത് പിക്കിൽ എടുത്ത് നോക്കാം. അപ്പോൾ ദാ നല്ല സോഫ്റ്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ തിരിച്ചു പോന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്കിനി ഇത് ഈ ഓയിലിൽ നിന്ന് മാറ്റാം. ഓരോന്നായി ഇങ്ങനെ മാറ്റി വേറൊരു പാത്രത്തിലേക്ക് ഇടാം. ഇനി നമുക്ക് അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതേ ഓയിലിലേക്ക് തന്നെ നമുക്ക് അടുത്ത ട്രിപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഓരോ ട്രിപ്പും ഇട്ട് ഫ്രൈ ചെയ്ത് നമ്മുടെ ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാം. ഇതാ നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും തീർച്ചയായും ഈ ഉണ്ണിയപ്പൻ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായം പറയണം. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. താങ്ക് യു.